നമസ്കാരം. ഈ നിമിഷപ്രിയയുടെ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. കെ എ പോൾ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അയാൾ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അദ്ദേഹമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതെന്നും തനിക്ക് മാത്രമേ എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അയാൾ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, അയാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഇനി ഇടപെടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഹർജി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതി നാളെ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കെ എ പോളിനെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച തള്ളി പറഞ്ഞ വ്യക്തിയാണ്. വ്യാപകമായി അനധികൃതമായ രീതിയിൽ നിമിഷപ്രിയക്ക് വേണ്ടി ഈ കേസിന് വേണ്ടി പണം പിരിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അത്. മാത്രമല്ല, ഈ കെ എ പോളിന് കൂടെ ചേർന്നിരിക്കുകയാണ് നിമിഷപ്രിയയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന, ആ ഒരു കൂട്ടായ്മ ഇനി പ്രവർത്തിക്കേണ്ടതില്ല എന്നും കാന്തപുരവുമായി കൂടിച്ചേർന്ന് ആലോചിച്ചുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്നുമാണ് അതിൻ്റെ നിയമോപദേശകം കൂടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള അപവാദങ്ങളും അതുപോലെ തന്നെ അപഹാസ്യങ്ങളുമാണ് ഈ കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന് പോലും ഈ കെ എ പോളിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നും തങ്ങളുടെ പ്രവർത്തനം നിർത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാന്തപുരമാകട്ടെ കഴിഞ്ഞ ആഴ്ച തന്നെ ഇനി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരാണ് അത് ചെയ്യേണ്ടതെന്നും ആദ്യം വധശിക്ഷ മാറ്റിവെച്ചത് പിന്നീട് റദ്ദ് ചെയ്തെന്നും കാന്തപുരം ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി കേന്ദ്ര സർക്കാരിനാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടതോടുകൂടി വ്യാപകമായ രീതിയിൽ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങാനും കാന്തപുരം കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പേടി കാരണം, അതല്ലെങ്കിൽ ഒരു വെറുപ്പ് കാരണം കാന്തപുരത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു കൂട്ടായ്മ എങ്ങനെങ്കിലും ആ പെണ്ണിനെ തൂക്കി കൊന്നേ മതിയാവൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യമനിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രമല്ല, ചിലർ ഉടായ്പ് കൂടി ഈ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ 25-ാം തീയതി നടക്കാൻ പോവുകയാണ്. 22, 23, 24 ദിവസങ്ങളിൽ കാന്തപുരമോ അതുപോലെ തന്നെ ഈ ആക്ഷൻ കൗൺസിലോ ഒരു കാരണവശാലും ഒരു പത്രത്തിലോ അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ യാതൊരുവിധ പ്രസ്താവനകളും നൽകാൻ പാടില്ല എന്നും അത് വധശിക്ഷ വേഗത്തിൽ നടപ്പിലാക്കുന്നതിലേക്ക് എത്തിക്കുമെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് കെ എ പോൾ രംഗത്തെത്തിയിരുന്നത്. ഏതായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ വിഷയത്തിൽ മലയാളികൾ രണ്ട് തട്ടിലായി എന്ന് തന്നെ മനസ്സിലാക്കണം. മാത്രമല്ല, അതിശക്തമായ വാഗ്വാദങ്ങൾ ആ കൊല്ലപ്പെട്ട സഹോദരൻ്റെ ഫേസ്ബുക്കിലടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കാന്തപുരത്തിനോടുള്ള വെറുപ്പും വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുകയും എല്ലാം ചെയ്ത എല്ലാ മലയാളികൾക്കും നല്ല നമസ്കാരം എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു സഹോദരി അവർ തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഏത് നിമിഷത്തിലാണ് ആ തെറ്റെന്ന് അവർക്ക് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ആ നിമിഷപ്രിയ എന്ന സഹോദരിയുടെ ഭർത്താവ് തന്നെ ഈ കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞ, വ്യാപകമായി പണം പിരിക്കുന്നു എന്ന് തള്ളിക്കളഞ്ഞ കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ചേർന്ന സ്ഥിതിക്ക് ആക്ഷൻ കൗൺസിലിന് പ്രസക്തിയില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. അവർ ഈ കെ എ പോളിൻ്റെ വാദഗതികളാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പുരോഗതി ഏത് ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത വിധത്തിൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.